once again welcome back. Yes, അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോ താഴെ പൊളിറ്റിക്സ് ലൈവിലെ പൊളിറ്റിക്സ് ഷുവർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് നിങ്ങളെ ഇത്തവണത്തെ +1 ആദ്യമായി നടക്കുന്ന അടിപൊളി എക്സാം നിങ്ങളെ ഫുൾ മാർക്ക് എത്തിക്കാൻ നിഹാൽ സാറും നിങ്ങളുടെ സാറും സുസജ്ജമാണ് അല്ലേ? സുസജ്ജം. അതെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റേ പരിപാടിയാണ്. നാളെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ചോദിക്കുന്നു പറഞ്ഞ അഥവാ വന്നു കഴിഞ്ഞാലും അങ്ങനത്തെ അവസ്ഥയിലെ മാനസികാവസ്ഥ. ഞാനിപ്പോ ഇന്നൊരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ ഇതിലേക്ക് ഇടുമ്പോ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുമ്പോ കുറെ വർഷം ചോദിച്ചാണ്. പക്ഷെ എന്നിട്ട് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യും, അല്ല ഇത് ഇടണോ ചോദിക്കാതെ ചോദ്യങ്ങൾ. കാരണം ഇത് ഞാൻ സാറേ ഇത് നാളെ വരും, പക്ഷെ വന്നു കഴിഞ്ഞാൽ ലോക്കാവും നമ്മള്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വേണ്ടെന്നുള്ള രീതി നമുക്ക് ലൈവിൽ ഡിസ്കസ്. അതുകൊണ്ട് നാളെ ചോദ്യത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ചോദ്യങ്ങളാണ്, വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ആദ്യം സാർ ഞാൻ പറഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മുടെ ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറലിസം എന്നുള്ള ചാപ്റ്ററിലെ നോക്കട്ടെ ഫെഡറൽ സിസ്റ്റം എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇനി പബ്ലിക് എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഇനി ചോദിക്കാനുള്ളതാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള സംഭവം കണ്ടിട്ടില്ലേ? 3 ലിസ്റ്റുകളായിട്ട് തിരിച്ച യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതെങ്ങനെ പഠിച്ചു വെക്കാൻ നോക്കിയാൽ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. കാരണം ടേബിൾ തന്നിട്ട് നിങ്ങളോട് അങ്ങനെ തന്നെ ചോദിക്കും. അയ്യോ ടേബിൾ എന്ന് പറയാൻ വരെ മടി, കാരണം ടേബിൾ രീതിയിൽ തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ടേബിൾ അടക്കം വന്നിട്ടുണ്ട്, അറസ്റ്റ്, അങ്ങനെ ആവുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും യൂണിയൻ ലിസ്റ്റ് ആ ഇത് കാര്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ ഫെഡറൽ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റുകളുണ്ട്. ആ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ 4 സംഘർഷ അവസ്ഥകളുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണക്കാണ് ചോദിക്കുക, കൂടുതലായിട്ട് ചോദിക്കില്ല. കാരണം ഈ യൂണിയൻ ലിസ്റ്റ് ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മക്കളെ അടുത്ത ലോക്കൽ ഗവൺമെന്റ് എന്നുള്ള അല്ലെ പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ എസ് എ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. എസ് എ ക്വസ്റ്റ്യൻ ഏതാണ്? ആ എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 73ഉം 74 ഭരണഘടനാ ഭേദഗതി ഉണ്ട്, അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചോ. അതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിലൂടെ കടന്നു പോയിട്ടില്ല, ഇനിയിട്ട് പോകുകയില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് അമെൻമെന്റ്. എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ? അപ്പോൾ അത് എപ്പോഴൊക്കെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി വരുത്താൻ പറ്റിയ പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആ 3 എണ്ണം പഠിക്കാനില്ലേ? അതും നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ റൈറ്റ് ടു ദി ലിമിറ്റേഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പരിമിതികളുണ്ട്, അതും എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. പിന്നെ നമുക്കിതാ നമ്മുടെ നിഹാൽ സാറിൻ്റെ സെറ്റ് സാധനങ്ങൾ വരുന്നുണ്ട്. ആ PPT കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നിഹാൽ സാറിൻ്റെ PPT ആണുള്ളത്. അപ്പം നാളെ ചോദിക്കാൻ സാധ്യതയില്ലാത്ത ആദ്യ ചോദ്യം ഇതാണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് പെർഫോം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എക്സാമിന് നാളെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. രണ്ടാമത് പിടിച്ചോ, പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ. ഇത് നാളത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യമായിട്ട് 8 മാർക്കിന്റെ ചോദ്യമായിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യത വളരെ. ഓക്കെ, റെഡി? അടുത്ത പിടിച്ചോ. ഇനി എക്സാമിന് ഡിസ്കഷണറി ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം നാളത്തെ ഒരു 4 മാർക്കോ 5 മാർക്കോ ചോദ്യമായിട്ട് കാണാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്ത പിടിച്ചോ, എക്സ്പ്ലെയിൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമനിർമ്മാണ നടപടിക്രമങ്ങളെ നമുക്കറിയാം 3 വായനയിലൂടെ 5 ഘട്ടങ്ങളായിട്ടുള്ള പരിപാടിയാണ്. എത്ര മാർക്കാണ്? 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് നാളത്തെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത പിടിച്ചോ, ഇവാലുവേറ്റ് ദ ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാര പരിധി വിലയിരുത്തുക. ഇതും ചോദിക്കാൻ വളരെ വളരെ സാധ്യത നാളെ കുറവാണ്. അതുപോലെ വാട്ട് ആർ ദ 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി. സമത്വത്തിന്റെ 3 മാനങ്ങൾ എന്തൊക്കെയാണ്? ഒരു 8 മാർക്കിന്റെ എസ്സേ ചോദ്യമായി ചോദിക്കാൻ സാധ്യത വളരെ ഏറെയുള്ള ഒരു ചോദ്യമാണ്. മക്കളെ ഇത്രയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നമ്മൾ ഇന്ന് ലൈവിൽ ഇതിന്റെ ഉത്തരമടക്കം ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു സംശയമാണ്, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി ലൈവിലേക്ക് വന്നു, നമ്മളിന്ന് പൊളിക്കും. നിങ്ങൾ ഇത്രയും ഏറ്റവും അവസാനത്തെ പരീക്ഷ നിങ്ങൾ എഴുതിയ ഏറ്റവും സിമ്പിൾ പരീക്ഷയായി +1 പൊളിറ്റിക്കൽ കാണാൻ നമുക്ക് പോണ്ടേ? നമുക്ക് ആ ഒരു പരിപാടി കൺഫേം ആയോ? അത് ഏകദേശം +2 നമ്മൾ എടുത്തല്ലേ? +2 അന്ന് എടുക്കൂലേ? യെസ്. ഓക്കെ, അപ്പൊ മക്കളെ ബാക്കി ലൈവ് കാണാം. നാളെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മൾ എന്തായിരിക്കും നാളെ എത്തും. ഏതെങ്കിലും ഒരു സ്കൂൾ നാളെ നമ്മൾ പോകേണ്ട പറഞ്ഞാൽ നാളെ പോകണം. സെറ്റ്. യെസ്. അപ്പോൾ സ്കൂൾ അത് നിങ്ങൾ തീരുമാനിക്കുക ഏതാ സ്കൂൾ. നിങ്ങൾ ബാക്കി ലൈവിൽ ഒന്ന് കമന്റ് ചെയ്തോ. ബൈ ബൈ, ടാറ്റ.